ഒരു കാര്യം പറയട്ടെ, ഭാരതത്തിൽ എവിടെയായാലും ഒരു അതിക്രമം, അതും സ്ത്രീകളോടുള്ള അതിക്രമമോ അല്ലെങ്കിൽ അവരെ ഹരാസ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു വാർത്ത കേട്ടാൽ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന ഒരു പേരുണ്ട്, യോഗി ആദിത്യനാഥിന്റെ. അതിന് കാരണം ഉത്തർപ്രദേശിൽ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങൾ തന്നെയാണ്. ഭരണ നേട്ടം എന്നല്ല ഉദ്ദേശിക്കുന്നത്, സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഉത്തർപ്രദേശിൽ സഞ്ചരിക്കാനും അവർക്ക് ജീവിക്കാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് യോഗി ആദിത്യനാഥിന്റെ വരവോടുകൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥിനെ അവിടെയുള്ള ഗുണ്ടാ സംഘങ്ങൾക്കും അതുപോലെ ഇത്തരം അക്രമികൾക്കും ഒക്കെ ഭയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അമരാവതിയിൽ നിന്ന് പുറത്തു വന്ന ഒരു വാർത്തയെ തുടർന്ന് ഒരു വാർത്ത, അതായത് 180ഓളം പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ചു, അവരുടെ വീഡിയോകൾ എടുത്തു, അവരെ അപമാനിച്ചു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഈ വാർത്ത വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കും എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ അമരാവതി MP നവനീത് റാണയാണ് ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. യോഗി ബാബ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശരീരത്തിൽ അധിവസിക്കണമെന്നും പ്രതികളുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടത്തണമെന്നുമാണ് നവനീത് റാണ പറഞ്ഞിരിക്കുന്നത്. അത്രത്തോളം യോഗി ആദിത്യനാഥിലുള്ള സ്ത്രീകളുടെ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ പ്രതിനിധി തന്നെയാണ് നവനീത് റാണ.